ഹായ് ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ ഈ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ നാലുപേരൊന്ന് മീറ്റ് ചെയ്തു. നമ്മൾ 3 പേരാണ് ആദ്യം എത്തിയത്. നമ്മൾ യൂണൊക്കെ കളിച്ചിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് അവിടുത്തെ ഗ്ലാസ് തള്ളിയിട്ട് പൊട്ടിച്ച് വെള്ളമൊക്കെ കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ 4ാമത്തെ ഫ്രണ്ടായ ചുണ്ടുവും വന്നു. ചുണ്ടു മീൻസ് അഞ്ജലി. ആൻഡ് നമ്മൾ ഇത്തവണ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും നമ്മുടേതായ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കൊണ്ടാണ് വന്നത്. ആൻഡ് ആർച്ച തന്നെ ഉണ്ടാക്കിയ ഒരു കുട്ടി ഗിഫ്റ്റാണ് ആ ഒരു കുഞ്ഞു ബൊക്കെ എന്ന് പറയുന്നത്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. അവൾ നേരത്തെ നമ്മളോട് കളർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതായിരിക്കും സാധനം എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുണ്ടു ഒരു കുഞ്ഞ് ഹാങ്ങിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവൾ ആസം മേഘാലയ അവിടെ എവിടെയോ പോയപ്പോഴത്തേക്ക് അവൾ മേടിച്ച സാധനം എവിടെ പോയെന്നുള്ളത് ഞാനിപ്പോൾ മറന്നുപോയി. അതവൾ മേടിച്ചിട്ട് 5-6 മാസമായി, പക്ഷേ അവളിപ്പോഴാണ് നമുക്ക് കൊണ്ടു തരുന്നത്. നമ്മൾ അതിനകത്ത് പൂവൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ സോ ഗുഡ്. പിന്നെ ഞാൻ ഗോവയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവർക്ക് 3 പേർക്കും ഒരു കുഞ്ഞ് ബ്രേസ്ലെറ്റ്, മാല ആൻഡ് കമ്മൽ വരുന്നൊരു കുഞ്ഞ് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് 3 പേർക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ അതും അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് വന്നു. ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് 3 പേർക്കും ബിരിയാണി മാത്രമേ കിട്ടിയുള്ളൂ കഴിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇനിയും വീഡിയോസും ഫോട്ടോസ് എടുക്കണമെന്നുള്ളത് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി. എന്നിട്ട് ഇവരുടെ 2 പേരുടെയും ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരിയിൽ മാർച്ചിലായിട്ട്. സോ നമ്മളൊരു കുഞ്ഞ് കേക്കൊക്കെ കൊണ്ടാണ് വന്നത്. സോ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു, കഴിച്ചു. പിന്നെ നമ്മളിവർക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ആൻഡ് ഗിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ആർച്ചയോടാണ് നോക്കാൻ പറഞ്ഞത്. കാരണം ആർച്ചയുടെ ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരിയിൽ വരുന്നത്. അങ്ങനെ അവൾ തുറന്ന് നോക്കി. അപ്പോൾ നമ്മളവർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഒരു കുട്ടി LED ലൈറ്റ് ആയിരുന്നു. അതിങ്ങനെ നമ്മൾ മേടിച്ചത് അവർക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ നല്ല രസമാണ് അതിങ്ങനെ റൂമിൽ വെക്കുമ്പോഴത്തേക്ക്. അതായിരുന്നു മേടിച്ചത്. പിന്നെ മേടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മേക്കപ്പ് മിററാണ്. ആൻഡ് അത് നമ്മൾ വിചാരിച്ചില്ല അത് ഇത്രയും ഭംഗി ഉണ്ടായിരിക്കുമെന്നോ അതിന് ഇത്ര സൈസ് ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു. ബട്ട് അത് നല്ലതായിരുന്നു. സോ അത് രണ്ടുമാണ് നമ്മൾ അവൾക്ക് മേടിച്ചത്. പിന്നെ നമ്മൾ അഞ്ജലിക്ക് മേടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ കുറേ നാളായിട്ട് അവൾക്ക് ഹീൽസ് വേണമെന്നുള്ളത് അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ ഇത്തവണ എന്തുകൊണ്ട് അവൾക്ക് ഹീൽസ് മേടിച്ച് കൊടുത്തുവിടാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവൾക്ക് ഹീൽസ് മേടിച്ചു. ആൻഡ് അത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറാണ്. ആൻഡ് അവൾക്ക് കറക്റ്റ് ആവുമെന്ന് നമുക്കറിയായിരുന്നു. കാരണം എൻ്റെയും അവളുടെയും കാലിൻ്റെ പാദത്തിൻ്റെ അളവ് കറക്റ്റാണ്, സെയിം ആണ്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ പുറത്ത് വന്നെടുത്തു. പിന്നെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ശാസ്ത്രമംഗലം അബ്സല്യൂട്ട് കിച്ചണിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഇവരാണ് ആദ്യം എത്തിയത്. ഇവർ ഓട്ടോയിലാണ് പോയത്. ഞാൻ എൻ്റെ 2 വീലറിലായതുകൊണ്ട് ഞാൻ പാർക്ക് ചെയ്തിട്ട് എത്താൻ ലേറ്റായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ PP സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കും തന്നു. ആൻഡ് കൊള്ളായിരുന്നു. കുറേ നാളായി ഇതൊക്കെ നമ്മൾ വെച്ച് കളിച്ചിട്ടൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെയൊക്കെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ അതുവഴിയൊക്കെ നടന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വീണ്ടും യൂണോ കളിച്ചു. നമ്മൾ 4 പേരൂടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങി. സോ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ 4 പേരും കൂടെ ഒന്നിച്ച് വരുന്നത്. അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഒന്നിച്ച് വരാനായിട്ട് പറ്റാറില്ല. സോ നല്ല രസമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ആ കുട്ടി കേക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. ബൈ ഗൈസ്.